ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നോമ്പിങ് അടുത്ത് വരാനായി. അപ്പം നോമ്പിൻ്റെ കുറച്ച് റെസിപ്പീസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ സ്നാക്സ് റെസിപ്പീസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന മീനടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം നമുക്കിത് മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനായിട്ട് കൊടുക്കാനും പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പറ്റും. ഇന്ന് ഞാനിത് മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ലഞ്ച് ബോക്സിന് കൊടുത്തതാണ്, കഴിക്കാനും കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 കിലോ അയില കിട്ടിയിട്ടുണ്ട്. ഇത് ദുബായ് മാർക്കറ്റിൽ നിന്ന് ഹസ്ബൻഡ് ഒരു കസിന് കൊണ്ടുവന്നതാണ്. അപ്പം അത് ഒരു മഞ്ഞ എന്നുള്ള കണക്കിനാണ് നമുക്കത് മീൻ കിട്ടുക. ഇവിടെ മീൻ മാർക്കറ്റിലെല്ലാം കുറേ മീൻ കിട്ടും കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ 10 റുപ്യക്കും 20 റുപ്യക്കും 30 റുപ്യക്കെല്ലാം മേടിക്കുക. അപ്പം നമ്മൾ 1 കിലോ 1/2 കിലോനായിട്ടാണ് നമ്മൾ മേടിച്ച സമയത്ത് ഒരുമിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ വേറെ ആക്കി വെക്കും. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം മീൻ കറി വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കും. അങ്ങനെയല്ലായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ കാണിച്ചത് ഇത് വലിയ അയിലയാണ് കേട്ടോ. അയില നന്നായിട്ട് ഞാൻ അതിൻ്റെ മുകളിലെ തൂളിയെല്ലാം ആദ്യം പോക്കിയിട്ട് സൈഡിലുള്ള വാലെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്രഷ് അയിലയാണ്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ തലേൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയും. ഫുള്ള് എടുക്കലില്ല കേട്ടോ. നമ്മൾ പണ്ടെല്ലാം ഉമ്മയും ഉമ്മാമയും എല്ലാം ഫുള്ളായിട്ട് എടുക്കും. കഴിക്കുമ്പം അത് എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഞാനും മക്കൾസൊന്നും ഇതൊന്നും കഴിക്കലില്ല, ഇങ്ങനത്തെ പാർട്ടാണ് എടുക്കുന്നത്. മത്തി പോലെയല്ല അയിലയെല്ലാം വേഗം നമുക്ക് തൂളിയെല്ലാം നീക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കച്ചറകളെല്ലാം നീക്കം ചെയ്യും. ഞാൻ ആദ്യം ഫുള്ളായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കച്ചറയെല്ലാം ഇതിൽ ഇണറുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഒറ്റൊരു മീനും ഇണറ് കിട്ടിയിട്ടില്ല. ഈ അയിലേൻ്റെ ഇണറെല്ലാം സെപ്പറേറ്റ് മഞ്ഞൾ മുളകിട്ടിട്ട് പൊരിച്ച് കഴിക്കാൻ നല്ലതാണ്. മക്കൾക്കെല്ലാം കൊടുക്കും, ചെറിയ മക്കൾക്കെല്ലാം. ഇനി ഈ മീനിൻ്റെ സൈഡിലെല്ലാം ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കും. അത് പണ്ട് മുതലേ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളും ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ അറിവിൽ ഇത് നമ്മൾ പൊരിക്കുന്ന ടൈമിനെല്ലാം അതിൻ്റെ ഉള്ളിൽ മസാലയെല്ലാം കറക്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേറെ രീതിയിൽ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എല്ലാ മീനും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് മീൻ, ഇങ്ങനെ നമ്മൾ മേടിക്കലില്ല. പിന്നെ ഈ മീൻ കണ്ടപ്പം പലതും തോന്നി. മീൻ കറി വെക്കാം, മീൻ വെച്ച് അട ചുടാം, അതുപോലെ മീൻ പൊരിക്കാം, കുറേ ഐഡിയ മൈൻഡിൽ വന്നു. അപ്പോൾ ഫസ്റ്റ് ഇപ്പം തോന്നിയത് മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഞാൻ മസാല ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വേറൊരു ബോക്സിലാക്കിയിട്ട് കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പീസ് അങ്ങനെ തന്നെ ഒരു 4 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മീൻ ജാറ് വെക്കാൻ വേണ്ടിയിട്ട് പീസാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മീൻ വെച്ചിട്ടും കൊഞ്ചനില്ലേ ചെമ്മീൻ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കണ്ണൂർ സ്പെഷ്യൽ കൽമാസ്. നമ്മൾ മീൻകായി എന്നും പറയും, അതും അടിപൊളിയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാം റെസിപ്പി വൈകാതെ ഇടാം. ഞാൻ ആദ്യം ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഇട്ട സമയത്ത് അടയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കുന്ന ടൈമിന് ഞാൻ അട കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിന് ഞാനത് പരത്തുന്നതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മസാല ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഞാൻ തലേന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് കാണിക്കാണ്ടിരുന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചു. കാരണം എന്തായാലും നോമ്പിന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെ കിട്ടുന്ന അരിപ്പൊടി കൊണ്ടാണ് ഞാനിത് കാണിക്കുകയും ചെയ്തത്. നാട്ടിലാണെങ്കിൽ നമ്മൾ അരിയെല്ലാം അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് ആമീസിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇവിടെ നെസ്റ്റോയിൽ കിട്ടുന്ന നന്മേൻ്റെ പൊടിയും അങ്ങനെയുള്ള അജ്മീൻ്റെ പൊടി അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ടും അരി കൊടുത്തയക്കുന്നുണ്ട്. അതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് നമ്മളെ ബോയിൽഡ് റൈസില്ലേ, അതും പച്ചരിയും മിക്സ് ആക്കിയിട്ട് പൊടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തയക്കും. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച 3 അയില ഞാൻ മഞ്ഞളും മുളകും കുരുമുളകും ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ മീനെല്ലാം പൊരിക്കുന്ന അതുപോലെ പൊരിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല എരിവിൽ പൊരിച്ചെടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പൊരിച്ചെടുത്ത 3 അയിലയാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തതായിട്ട് 3 ഉള്ളി വലുതാണ് ചോപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കത്തി കൊണ്ട് നോർമലായിട്ട് കട്ട് ചെയ്താലും മതി, എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അയില പൊരിച്ച നെയ്യാണിത്, ഇതും ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കാണുന്ന ഒരു കറുപ്പുണ്ട്, അതിന് നമ്മൾ കീടെന്നാണ് പറയുക. മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു പാർട്ട് നമ്മൾ തെളിഞ്ഞ അതിൻ്റെ കൂടെയുള്ള നെയ്യാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങയാണ്, ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. എനിക്ക് തേങ്ങ ഇപ്പം കുറവേനുള്ളൂ, ഉള്ളതാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് പൊരിച്ച നെയ്യ് ഒഴിക്കുന്നുണ്ട്. ചോപ്പറിൽ കട്ട് ചെയ്തുകൊണ്ട് ഉള്ളിയിൽ നന്നായിട്ട് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ച നെയ്യ് എടുക്കണമെന്നില്ല, സാധാരണ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചോപ്പറിൽ ഇട്ടാൽ തന്നെ ഇത് വേഗം വാടി കിട്ടും. നമ്മൾ
ഇങ്ങനെ കുറേ നേരം വാറ്റണമെന്നില്ല, കുറച്ച് നേരം വെച്ചാൽ തന്നെ വാടി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാൻ മൂടി വെക്കുന്നുണ്ട്, 1 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ഒന്ന് അത് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഉടനെ തന്നെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പൊരിച്ചിട്ടാണ് മീൻ വെച്ച പത്തിൽ ചുടൽ. പക്ഷേ എൻ്റെ ഉമ്മയെല്ലാം ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നൊന്ന് പൊയിങ്ങി എടുത്തിട്ട് ലാസ്റ്റ് മുള്ളെല്ലാം എടുത്ത് കളയലാണ്. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മീനിൻ്റെ മുള്ളെല്ലാം വേർതിരിച്ച് വെക്കുന്നുണ്ട്. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മീനെ കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ചിലർ വെള്ള കളറിൽ പച്ചമുളക് ഇട്ടിട്ട് ചമ്മന്തി ആക്കിയിട്ടും വെക്കുന്നുണ്ട്, അതും ടേസ്റ്റ് ഉണ്ടാവും. ചിലർ അയക്കൂറയില്ലേ, അയക്കൂറ വെച്ചിട്ട് മീൻ മസാല വേറെ തന്നെ ഉണ്ടാക്കിയിട്ട് പിയാപ്പിളക്കെല്ലാം തലശ്ശേരി അങ്ങനെയാന്ന് തോന്നുന്നു കൊടുക്കൽ. എന്നിട്ട് അയക്കൂറ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അടേൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. അത് നമ്മൾ പൊയിങ്ങപ്പത്തിൽ എന്ന് പറയും. സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഫോയിൽ ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കല ചെയ്യൽ. അത് വലുപ്പത്തിൽ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ മീനെല്ലാം ഇങ്ങനെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, വെന്തടിയണമെന്നില്ല. ഒരു ടൈമിൽ ഞാൻ മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നേ ഇല്ല, മസാലയെല്ലാം തേങ്ങയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി ആ മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി മിക്സാക്കി എടുക്കുന്നുണ്ട്. സംഭവം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്ന പോലെയൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ വേഗം കഴിയും. ഇനി ഞാൻ ഇത് മൂടി വെച്ചിട്ട് തേങ്ങേൻ്റെ അരപ്പിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ അടുത്ത് ഉള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു മസാലക്ക് മീൻ വെച്ച പണ്ടെന്നാണ് പറയുക, അതുപോലെ തന്നെയാണ് തേങ്ങാപ്പണ്ടം, അങ്ങനെ ഈ ഒരു മസാലക്ക് പറയാം തേങ്ങ ചേർത്തിട്ടുള്ളതിന്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇതിനെല്ലാത്തിനും വേണം. നെയ്പ്പത്തിൽ ചുടുമ്പോൾ നമ്മൾ പെരിഞ്ജീരകം ചേർക്കും, അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തിലും എല്ലാത്തിലും പെരിഞ്ജീരകം ചേർക്കും. ഈ സ്റ്റീമറിൽ വെക്കുന്ന മൂടിച്ചമ്പിലെല്ലാം വെക്കുന്നതിനെല്ലാം നമ്മളിങ്ങനെ പെരിഞ്ജീരകം ചേർക്കും. പെരിഞ്ജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകമാണ്. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം പോലെ അരക്കണമെന്നില്ല, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് രാത്രിയാണ്, ഒരു 11 മണിക്കാണ് കേട്ടോ. ഇനി പുലർച്ചക്കാണ് അവർക്കത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 6:30 മണിക്ക് 6:45 ബസ് വരുന്നതാണ്. അപ്പോൾ ആ ടൈമിന് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഇങ്ങനെ തന്നെ വെച്ച് മൂടി വെക്കുക ചെയ്യുക. ഈ ആ മിക്സിയിൽ കുറച്ചും കൂടിയും എല്ലാം പറ്റി പിടിക്കുന്നതെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കും, ഒന്ന് വറ്റിച്ചെടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റിക്കഴിഞ്ഞതിന് മുന്നേ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കണമെന്നില്ല, കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല കുറച്ചും കൂടിയും ഡാർക്കായിട്ടാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊരു ലൈറ്റിൻ്റെ ഒരു ഇതിലുകൊണ്ടാണ് കുറച്ച് ഒരു കളർ ലൈറ്റായിട്ട് കാണുന്നത്. ഇനെല്ലാം ഇതിലേക്ക് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പോരാ, അപ്പം നമ്മളതൊരു അരിയിലേക്ക് പരത്തുമ്പം കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ മൂടി വെച്ചിട്ട് പുലർച്ചക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് അടുത്തയിൽ കാണാം. അപ്പോൾ ഇത് പുലർച്ചക്കാണ്. അപ്പം ഞാൻ അടക്ക് വേണ്ടിയിട്ടുള്ള അരി കുഴക്കുന്നുണ്ട്. ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. സാധാരണ ഞാൻ കുഴച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കലുണ്ട്, പക്ഷേ ടൈം കിട്ടിയിട്ടില്ല, നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടേനും. അപ്പം ഞാൻ ബൗളിൽ ആമീസിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം, 1/2 കിലോനോ അല്ലെങ്കിൽ 1 കിലോനോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പരുത്തിപ്പത്തിൽ, കല്ലുമ്മൽ കണ്ണൂർ സ്റ്റൈൽ പരുത്തിപ്പത്തലുണ്ട്. ഇതിൽ മുന്നേ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തെടുക്കാം. അതുകൊണ്ട് ബാക്കിയായാൽ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കൽ. ഇനി വായില നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് ഇതിലാണ് ഞാൻ പരുത്തി ഇടുന്നത്. ഞാൻ നേരത്തെ ഫോയിൽ കൊണ്ടും ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടേനും. വായില ഇല്ലെങ്കിൽ നമ്മൾ ഫോയിലിൽ ഇതുപോലെ പരുത്തിയിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കും. ഇനി ഈ വായിലയിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് ഇട്ടിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലടി ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ പരത്തി കൊടുക്കണം. ഇതിൻ്റെ മുന്നേ ഞാൻ പരുത്തിപ്പത്തിൽ ഈ ഒരു അരിപ്പൊടീനെ കൊണ്ട് ചുടുന്നത് ഞാൻ പരുത്തിപ്പത്തിൽ, കുഞ്ഞിപ്പത്തിൽ, അതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല എടുത്തിട്ട് അടേൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചാ വെക്കുന്നുള്ളൂ മസാല, മക്കൾക്കായതുകൊണ്ട് മോനിക്ക് അമ്മന് നന്നായിട്ട് മസാല വേണം. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പെൺകുട്ടിയൊക്കെ കുറച്ചേ വേണ്ടുള്ളൂ, അല്ലെങ്കിൽ അവർ മസാല ഇങ്ങനെ
ഇങ്ങനെ മാറ്റി വെക്കും അതിൽ നിന്ന് എടുത്തിട്ട്. ഇനി തട്ടുള്ള ഈ ഒരു സ്റ്റീമറാണ് വെക്കുന്നത്. അടിയിലത്തേൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ മേലത്തെ തട്ടിൽ ഓരോന്നും ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. 3 എണ്ണമായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് വെന്ത് കിട്ടണമെന്നില്ല. അട്ടിക്കട്ടിക്ക് കുറേ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരി നന്നായിട്ട് പച്ചയിൽ ചില ഭാഗങ്ങൾ ഉണ്ടാവും, അത് വേവാണ്ട് ഉണ്ടാവും. അതിനും നല്ലത് നമുക്കിങ്ങനെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നതാണ്. ചെറിയ കുഞ്ഞി അട ചൂടുന്നുണ്ടെങ്കിൽ കുറേയെല്ലാം വെച്ചു കൊടുക്കാം. അപ്പം ഞാനിത് വെച്ചു കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. വീണ്ടും വീണ്ടും ചുടണമെന്നില്ല. ആ ഇലയിൽ ഒരു വാടുന്നൊരു സ്മെല്ലും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ഒറോട്ടിയെല്ലാം അങ്ങനെ തന്നെയാണ്. വായിലയിൽ വാട്ടിയെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിനെല്ലാം നാടൻ ഭക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു മീൻ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെ നമ്മളെ മീൻ വെച്ച അട ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവർ പോയതിന് ശേഷമാണ് ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ നോമ്പിന് അല്ലെങ്കിൽ വേണ്ട എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇന്നോ നാളെയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഫീഡ്ബാക്ക് പറയണേ. ടേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാം പറയണേ. പിന്നെ സ്പൈസിയിൽ നമുക്ക് ഇതിലും എരിവെല്ലാം കൂട്ടിയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ നാടൻ റെസിപ്പീസ് ആണോ, അല്ലെങ്കിൽ കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആണോ, സ്നാക്സ് ആണോ, റമദാൻ റെസിപ്പീസ് ആണോ, ഏത് വേണമെങ്കിലും എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് പറയണം. സ്നാക്സ് ഐറ്റംസ് ആണോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ലഞ്ചാണോ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇനിയും ഞാൻ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ റമദാൻ ക്ലീനിങ് എല്ലാം ഇനിയും ബാക്കിയുണ്ട്. അപ്പം വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.